2009 2012 എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പ്രധാന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ മായൻ കലണ്ടർ വെച്ചിട്ട് 2012 ലോകം അവസാനിക്കുമെന്നതായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ സിനിമ വന്നത്. ആ സിനിമ 2009 റിലീസായതിനു ശേഷം ലോകത്തിലെ ഒരുപാട് ആളുകൾ വിചാരിച്ചിരുന്നത് 2012 ആകുമ്പോഴേക്കും ലോകം അവസാനിക്കുന്നില്ലായിരുന്നു. പക്ഷേ 2012 ലോകം അവസാനിച്ചില്ല. ഇപ്പോൾ നമ്മൾ 2024 എത്തിയിരിക്കുന്നു. ഇപ്പോഴും ലോകം അവസാനിച്ചിട്ടില്ല. ശരിക്കും ലോകം അവസാനിക്കുമോ? അതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഒരുപാട് മതഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഇസ്ലാം മതമായാലും അതുപോലെ ഹിന്ദു മതമായാലും ക്രിസ്തീയ മതമായാലും ഏത് മതമെടുത്താലും ഒരുവിധം ലോകത്തുള്ള എല്ലാ മതങ്ങളിലും ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പല മതത്തിലും പല രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സയൻസ് ആയതുകൊണ്ട് നമുക്ക് സയൻസിനെ സംബന്ധിച്ച് സയൻസ് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലോകാവസാനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ലോകം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അതിനു മുമ്പിൽ തെളിവായിട്ട് വെക്കാൻ കഴിയുന്നത് ഇതിനു മുമ്പ് ലോകം എങ്ങനെ അവസാനിച്ചു എന്നതാണ്. ഇതിനു മുമ്പ് ലോകം അവസാനിക്കുക, അതിപ്പോൾ എങ്ങനെ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ഇവിടെ ഉണ്ടാവുക എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് എങ്ങനെ ലോകം അവസാനിച്ചു എന്ന് പറയുമ്പോൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ലോകം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയല്ല അവസാനിച്ചത്, അതായത് ഭൂമി നശിച്ചു പോവുകയല്ല ചെയ്തത്. ഭൂമി അന്നും ഇന്നും അതുപോലെ തന്നെയുണ്ട്. പക്ഷേ ഭൂമിയിലുണ്ടായിരുന്ന ജീവികൾ അത് നശിച്ച് വീണ്ടും ഉണ്ടായി, അതുപോലെ വീണ്ടും നശിച്ച്, അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, എത്രത്തോളം ജീവികൾ നശിച്ചു പോയിട്ടുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇനി ഭൂമിയുടെ ഫ്യൂച്ചർ, അതായത് ഇനി ഭൂമിയിലെ ജീവികളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത് ലോകം എത്ര തവണ നശിച്ചു, അത് എങ്ങനെയൊക്കെയാണ് നശിച്ചത് എന്നതിനെക്കുറിച്ചാണ്. നമസ്കാരം, എൻ്റെ പേര് അർഷദ് ആലയാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂമിയിൽ ചെറിയ പ്രാണികൾ, അതുപോലെ മൈക്രോ ഓർഗാനിസങ്ങൾ, അതുപോലെ മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ ഒരുപാട് ജന്തുക്കൾ ഭൂമിയിലുണ്ട്. പക്ഷേ ലോകം ഉണ്ടായത് 4.5 ബില്യൺ വർഷം മുമ്പാണ്. അതായത് ഭൂമി ഉണ്ടായത് 4.5 ബില്യൺ വർഷം മുമ്പാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ 3.7 ബില്യൺ വർഷം മുമ്പാണ് ആദ്യത്തെ ജീവൻ ഭൂമിയിലുണ്ടായത്. അവിടുന്ന് ഇത്രയും കാലം ഉണ്ടായ ജീവികളുടെ വെറും 1% മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബാക്കി 99% ജീവികളും എവിടെ പോയി? അതാണ് ചോദ്യം. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 99% ജീവികളും നശിച്ചത് കൂട്ടവംശനാശം, അതായത് മാസ് എക്സ്റ്റിങ്ഷൻ വഴിയാണെന്നാണ്. ഏകദേശം 5 പ്രാവശ്യമാണ് ലോകത്തിലെ കൂട്ടവംശനാശം ഉണ്ടായത്. അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് 44.3 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എൻഡ് ഓർഡോവിഷൻ എന്ന് പറയുന്ന ഒരു മാസ് എക്സ്റ്റിങ്ഷനാണ്. നമുക്കിട്ട് തെളിവുകളൊക്കെ വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 86% ജീവികൾ ഈ ഒരു കൂട്ട വംശനാശത്തിൽ നശിച്ചുപോയി എന്നാണ്. ഈ ഒരു വംശനാശത്തിന് കാരണമായി സയൻറ്റിസ്റ്റുകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ വെള്ളം മുഴുവൻ ഐസായി പോയെന്നും അതിൽ ജീവികളെല്ലാം അകപ്പെട്ട് ചത്തുപോയെന്നുമാണ്. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് കടൽ വെള്ളത്തിൽ ഏതോ ഒരു ലോഹം കലരുകയും അതുമൂലം കടൽ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും അത് കാരണം കൊണ്ട് കടലിലെ ജീവികളെല്ലാം ചത്തുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ടൊരു കാരണം പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു നക്ഷത്രം ബ്ലാസ്റ്റ് ആവുകയും അതുമൂലം ചില തരംഗങ്ങൾ ഭൂമിയിലേക്ക് വരികയും ആ തരംഗങ്ങൾ കൊണ്ട് ഭൂമിയിലെ ജന്തുക്കളെല്ലാം ചത്തുപോയി എന്നാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് നടന്നൊരു വംശനാശമല്ല, ഒരുപാട് വർഷങ്ങൾ, അതായത് കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്നൊരു പ്രോസസ്സായിരുന്നു. ഈ ഒരു പ്രോസസ്സിൽ 86% ജീവികൾ ചത്തുപോയെങ്കിലും ബാക്കി 14% ജീവികൾ അപ്പോഴും അവിടെയുണ്ട്. അതിൽ നിന്ന് പരിണമിച്ചാണ് പിന്നീടുള്ള ജീവികൾ ഭൂമിയിലുണ്ടായത്. രണ്ടാമതായിട്ട് പറയപ്പെടുന്ന കൂട്ടവംശനാശമാണ് എൻഡ് ഡിവോണിയൻ. 36 മുതൽ 38 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കൂട്ടവംശനാശം സംഭവിച്ചത്. സയൻറ്റിസ്റ്റുകൾ ഇതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് ആണ്. ആ കാലത്ത് ഒരുപാട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം കുറേ ടോക്സിക് ഗ്യാസുകൾ അന്തരീക്ഷത്തിലേക്ക് വരികയും അത് ശ്വസിച്ചുകൊണ്ട് ഒരുപാട് ജന്തുക്കൾ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഒരുപാട് വലിയ ജീവികളും ഈ ഒരു വംശനാശത്തിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. ഏകദേശം 10 മീറ്റർ നീളമുള്ള ജീവികൾ വരെ ഈ വംശനാശത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. ഇതും ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രോസസ്സല്ല. ഏകദേശം 2 കോടി വർഷം കൊണ്ടാണ് ഈ ഒരു വംശനാശം സംഭവിച്ചത്. ഇതിൽ ഏകദേശം 75% ജീവികളാണ് നശിച്ചു പോയത്. ഈ ഒരു വംശനാശത്തിൽ ടെട്രോപോഡ് പോലെയുള്ള ചെറിയ ചെറിയ ജീവികളൊന്നും നശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവ കടലിൽ ജീവിക്കുന്ന ജീവികളാണ്. ആ സമയത്ത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കടലിൽ നിന്നും കരയിലേക്ക് വരാൻ തുടങ്ങി.
ഇങ്ങനെ ശരിയായിട്ടുള്ള അവസരങ്ങൾ നോക്കിയിട്ട് പരിണാമത്തിൻ്റെ മാറ്റങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു തുടങ്ങി. ഈ ഒരു വംശനാശത്തിന് ശേഷം വെറും 25% ജീവികൾ മാത്രമാണ് ലോകത്തിൽ അവശേഷിച്ചത്. ഇതിൽ നിന്നും പുതിയ ജീവികളുണ്ടായി. പക്ഷേ അവിടെയും തീരുന്നില്ല. ഇവരെയും ഒരു ലോകാവസാനം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എൻഡ് പെർമിയൻ. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കൂട്ട വംശനാശം സംഭവിച്ചത്. ഇത് ഏകദേശം ഒരു അപ്പോക്കാലിപ്സ് പോലെ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് നടന്ന 2 വംശനാശത്തേക്കാളും വലിയ അളവിലുള്ള ഒരു വംശനാശമായിരുന്നു ഇത്. ഈ ഒരു വംശനാശത്തിനും കാരണം അഗ്നിപർവ്വതങ്ങളാണെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ചില പ്രത്യേകതരം ഗ്യാസുകൾ, മീഥെയിൻ പോലുള്ള ഗ്യാസുകൾ ഉണ്ടാവുകയും ആ ഗ്യാസുകൾ മേഘങ്ങളുമായി റിയാക്ട് ചെയ്ത് അമ്ലമഴ പെയ്യുകയും ചെയ്തെന്നാണ് പറയുന്നത്. ഇതുമൂലം ഭൂമിയിലേക്കുള്ള സൂര്യപ്രകാശത്തിൻ്റെ വരവ് കുറയുകയും അതുപോലെ ഭൂമിയിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്തു. ഈ ഒരു വംശനാശം മൂലം 96% ജീവികളാണ് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഇതിൽ നിന്നും വെറും 4% ജീവികൾ മാത്രമാണ് ബാക്കി വന്നത്. ഇതിൽ നിന്നും പുതിയ ജീവികൾ ഉണ്ടായി തുടങ്ങി ഒരുപാട് വർഷങ്ങളെടുത്ത്. പക്ഷേ അവിടെയും തീരുന്നില്ല. അവരെയും ഒരു വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എൻഡ് ട്രയാസിക്. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കൂട്ട വംശനാശമാണ് എൻഡ് ട്രയാസിക്. ഇതിൻ്റെ കാരണം അറ്റ്ലാന്റിക്കിലെ അഗ്നിപർവ്വതങ്ങളാണ്. ഏകദേശം എല്ലാ കൂട്ട വംശനാശത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം അഗ്നിപർവ്വതങ്ങൾ തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന അഗ്നിപർവ്വത സ്ഫോടനമല്ല, ഇതിനേക്കാളും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് ഭൂമിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ളത്. അഗ്നിപർവ്വത സ്ഫോടനം മൂലം ഭൂമിയിൽ ചൂട് കാറ്റ് വീശാൻ തുടങ്ങി. ഈ കാറ്റ് മൂലം ഭൂമിയിലെ താപനില അനിയന്ത്രിതമായി ഉയരാൻ തുടങ്ങി. ഏകദേശം 80% ജീവികളാണ് ഈ ഒരു കൂട്ട വംശനാശത്തിൽ നശിച്ചു പോയത്. ഇതിൽ നിന്നും കുറച്ച് ജീവികൾ രക്ഷപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് റെപ്റ്റൈലുകൾ. ഈ റെപ്റ്റൈലുകളിൽ നിന്നാണ് പിന്നീട് ഡൈനോസറുകൾ പരിണമിച്ചുണ്ടായത്. പിന്നീട് ഡൈനോസർ യുഗമായിരുന്നു. ഒരുപാട് കാലത്തേക്ക് ഡൈനോസറുകൾ, രാക്ഷസന്മാരായ ഡൈനോസറുകൾ ഭൂമി ഭരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയും തീരുന്നില്ല. അവർക്കും പ്രശ്നം വന്നു. ക്രെട്ടേഷ്യസ് പാലോജീൻ 6.55 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. വലിയ ഒരു ഉൽക്ക മെക്സിക്കോയുടെ സൈഡിലായിട്ട് വന്ന വീടാണ്. ഇതുമൂലം ഭൂമിയിൽ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. അതുമാത്രമല്ല അഗ്നിപർവ്വത സ്ഫോടനം, അതുപോലെ പൊടിക്കാറ്റ്, ചൂടുകാറ്റ് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഭൂമിയിലുണ്ടായി. ഇതുമൂലം ഒരുപാട് കാലത്തേക്ക് ഭൂമിയിലേക്ക് സൂര്യരശ്മികൾ വരാതെയായി. അങ്ങനെ ഓരോ ജീവികളായിട്ട് നശിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ നമ്മുടെ ഡൈനോസറുകളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 75% ജീവികളാണ് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഈ ഒരു കൂട്ട വംശനാശത്തിന് ശേഷം ബാക്കി വന്ന ജീവികളിൽ നിന്നും പരിണമിച്ചുണ്ടായ ജീവികളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് സസ്തനികൾ. അത്രയും കാലം ഡൈനോസറുകളുടെ കീഴിലായിരുന്നു ഭൂമി. പിന്നീട് ഈ ഒരു വംശനാശത്തിന് ശേഷമാണ് സസ്തനികൾക്ക് പരിണാമം ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഭൂമിയിലുണ്ടായത്. അതുപോലെ ഡൈനോസറുകളിൽ നിന്നും രക്ഷപ്പെട്ട ജീവിവർഗം പക്ഷികൾ മാത്രമാണ്. ബാക്കിയുള്ള ഡൈനോസറുകളെല്ലാം അന്ന് വംശനാശം സംഭവിച്ചു പോയി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് 45 കോടി വർഷം മുമ്പ് മുതലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഭൂമി ഉണ്ടായിട്ട് 470 കോടി വർഷമായി. അതിൽ തന്നെ 370 കോടി വർഷം മുമ്പ് മുതൽ തന്നെ ഭൂമിയിൽ ജീവികളുണ്ട്. ഈ ഒരു 45 കോടി വർഷത്തിനുള്ളിൽ തന്നെ 5 പ്രാവശ്യം കൂട്ട വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതിന് മുമ്പുണ്ടായതിനെക്കുറിച്ച് നമുക്ക് അത്ര വ്യക്തതയില്ല. ഇതുവരെ നടന്ന കൂട്ട വംശനാശങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കോടി വർഷമാണ് ഇതിനിടയിലുള്ള ഒരു ഇടവേള എന്ന് പറയുന്നത്. ഇപ്പോൾ അവസാനമായി നടന്നൊരു കൂട്ട വംശനാശം നടന്നത് 6.5 കോടി വർഷം മുമ്പാണ്. ചിലപ്പോൾ 1-2 കോടി വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അടുത്തൊരു കൂട്ട വംശനാശം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിന് മുമ്പും വരാം, പറയാൻ പറ്റില്ല. പക്ഷേ ഈ വംശനാശങ്ങളൊക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നൊരു സംഭവമല്ല. ആയിരക്കണക്കിനും അതുപോലെ ലക്ഷക്കണക്കിനും വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇതിൻ്റെ തുടക്കമായിരിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് ജീവികൾ വംശനാശം സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജീവികളുടെ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭൂമിയിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ 1 കോടി വർഷം കൊണ്ടൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ജീവികളൊക്കെ നശിച്ചു പോവാം. ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു ഉൽക്ക വന്ന് വീണ് ഭൂമി നശിക്കാം. ഭൂമിയല്ല, ഭൂമിയിലെ ജീവികൾ നശിക്കാം. ഭൂമിയൊന്നും അങ്ങനെ തന്നെയുണ്ട്. ഭൂമിയിലെ ജീവികൾ മാത്രമാണ് നശിക്കുന്നത്. അതുപോലെ അഗ്നിപർവ്വതങ്ങൾ ഒരുപാട് വംശനാശത്തിന് കാരണമായിട്ടുള്ളത്, ഒരു പ്രധാനപ്പെട്ട കാരണം അഗ്നിപർവ്വതം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂമിക്ക് ലോകാവസാനം എന്ന് പറയുന്നൊരു പുത്തിരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഭൂമി ഉണ്ടായ കാലം തൊട്ട് തന്നെ, ഭൂമിയിൽ ജീവികളുണ്ടായ കാലം തൊട്ട് തന്നെ ഭൂമിയിൽ ലോകാവസാനമുണ്ട്.
കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കുറച്ച് ജീവികൾ ജീവിക്കും. അതിനുശേഷം എന്തെങ്കിലും ഒരു വിപത്ത് വരും, വല്ല ഉൽക്ക വന്ന് വീഴുക അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുകയൊക്കെ ചെയ്തിട്ട് ഭൂമിയിലെ ജീവികളെല്ലാം നശിക്കും. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ വീണ്ടും റീബൂട്ട് ചെയ്ത് പുതിയ ജീവികളുണ്ടാവും. വീണ്ടും ഇതേ സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ പറയും പ്ലാസ്റ്റിക് കാരണം ഭൂമിക്ക് ആപത്താണ്, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കാരണം ഭൂമിക്ക് ആപത്താണ്. അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭൂമിക്ക് ആപത്താണെന്നാണ് പറയുന്നത്. പക്ഷേ ഭൂമിക്കല്ല ആപത്ത്, ഭൂമി എന്നും അങ്ങനെ തന്നെ ഉണ്ട്. ഭൂമിയിലെ ജീവികളാണ് നശിക്കുന്നത്. അതായത് ഇതൊക്കെ കാരണം നമുക്കാണ് ആപത്ത്, ഭൂമിക്കല്ല, നമ്മളെ നശിക്കുകയുള്ളൂ.